നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാന്യരെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിനെയും അഭിനന്ദനങ്ങളും ആശംസകളും. ആദ്യമായിട്ട് എം മുഹീദ്ദീൻ മൗലവി എന്നൊരു സമസ്ത നേതാവ്, അദ്ദേഹത്തിൻ്റെ ചരമ വാർഷിക ദിനമാണ്, 6ാമത്തെ ഇതാണെന്ന്. അദ്ദേഹത്തിൻ്റെ ഖബറിനെ വിധിവസ്തായി കൊടുക്കണേ റബ്ബേ എന്ന് പ്രാർത്ഥിക്കുക. മറ്റൊന്ന്, കർണാടകയിൽ ബാംഗ്ലൂർ തുണി കൊടുത്ത് ഒരു മാളിൽ കയറാൻ ശ്രമിച്ച ആളെ കയറ്റി വിടാത്തതിൻ്റെ പേരിൽ സർക്കാർ നടപടിയെടുത്ത് ആ മാളിൻ്റെ ലൈസൻസ് തൽക്കാലം പെൻഡിൽ വച്ചിരിക്കുകയാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹം, അത് ഡീറ്റെയിൽസ് നമ്മൾ പിന്നീട് പറയും, ഇപ്പോൾ സൂചന മാത്രമേ ഉള്ളൂ. അതായത് ജപ്തി ചെയ്ത്, അതായത് ബാങ്ക് ലോൺ എടുത്തവരിൽ നിന്നും ജപ്തി ചെയ്ത് അവരെ പുറത്താക്കുന്ന പരിപാടി ഇനി പറ്റില്ല. കേരള ഗവൺമെൻറ് അതിന് നിയമം പാസ്സാക്കിയിട്ടുണ്ട്. അതിന് വളരെ ആശ്വാസകര കാര്യങ്ങളുണ്ട്, കുറേ അനുകൂലമായ നിയമങ്ങളൊക്കെ ഉണ്ട്. എന്ന് വെച്ച് ബാങ്കിൽ നിന്ന് പണം എടുത്താൽ തിരിച്ച് അടക്കണ്ടായെന്നല്ല, അങ്ങനെ ചെയ്തത് അതൊക്കെ ബുദ്ധിമുട്ടാണ്, നാട് നശിച്ചു. അപ്പോൾ അതൊരു ആശ്വാസമാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നാളെ സംസാരിക്കാം, വളരെ വിശദമായി സംസാരിക്കണം. മറ്റൊന്ന്, ഞങ്ങൾ ഇന്ന് പറയാൻ പോകുന്ന വിഷയം, അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം തകർത്ത്, ശൂന്യാകാശത്തിൽ തകർത്ത് അത് പസഫിക് സമുദ്രത്തിൽ വീഴ്ത്തുള്ള പരിപാടിക്ക് പിന്നെ ഇലോൺ മസ്ക് 8,000 കോടി രൂപയുടെ ഒരു ടെൻഡർ എടുത്തിരിക്കുകയാണ് നാസയ്ക്ക്. അതേക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വിഷയം. അതിന് മുൻപായിട്ട് ആമുഖം ചില കാര്യം. ഒന്ന്, ഏതായാലും ഞാൻ പറയുന്നത് നിങ്ങൾ അത്ര ഗൗരവത്തിലെടുക്കേണ്ട ഒരു മനഃശാസ്ത്ര സമീപന നിലയിൽ സൂചിപ്പിക്കുന്നത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. പാലക്കാട് ഇലക്ഷൻ നടക്കുകയാണ്, ബൈ ഇലക്ഷൻ വരും. നമ്മുടെ ഷാഫി പറമ്പിലിന് പകരം ഒരാൾ വേണം UDF. അപ്പോൾ ഒരു വീണ് കിട്ടിയ ഒരു 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 കാര്യം അപ്രതീക്ഷിച്ച, ആരും പ്രതീക്ഷിക്കാത്തതാണ് സംഭവിച്ചത്. ഈ ആസിഫ് അലി ഇപ്പോൾ ഒരു ചർച്ചാ വിഷയമാണല്ലോ. അപ്പോൾ UDF അംഗീകരിക്കാൻ പറ്റുമെങ്കിൽ, ആസിഫ് അലിക്ക് ആ ഓഫർ സ്വീകരിക്കാനും പറ്റുമെങ്കിൽ, ഇപ്പോൾ എല്ലാവരും പറഞ്ഞ ആസിഫ് അലി LDF അനുഭാവി എന്നൊക്കെ ചില പറഞ്ഞിട്ട് നമുക്ക് തിരിക്കറിയില്ല. അങ്ങനെ വരികയാണെങ്കിൽ പാലക്കാട് ഒരു സ്ഥാനാർത്ഥിയായിട്ട് UDF വന്നാൽ, ഏതായാലും വരുന്ന ടെലിവിഷനിൽ സുരേഷ് ഗോപിയുടെ കൈ പാലക്കാട്ടേക്ക് നീളും, അത് സംശയമില്ല. സുരേഷ് ഗോപി ഇപ്പോൾ BJP സംസ്ഥാന പ്രസിഡന്റ് പറയുന്ന കണക്കാണെങ്കിൽ അദ്ദേഹം BJP-കാരനോ അല്ലെങ്കിൽ മുൻ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞ് കണക്കാക്കാൻ BJP-കാരനോ BJP അനുഭാവി പോലും അല്ലെന്നാണ്. ഇതുകൊട്ടെ സിനിമാ നടനായിരിക്കുകയാണല്ലോ, അദ്ദേഹത്തെ കൈ നീളാൻ സാധ്യതയെന്നാണ് മനസ്സിലാകുന്നത്. അപ്പോൾ ആസിഫ് അലിയെ വേണമെങ്കിൽ ചിന്തിക്കാം. അപ്പോൾ നമുക്ക് LDF ഒരു 7 വിഭാഗത്തിൽ, ജാതിയെല്ലാം മതം പറയാനുള്ളൂ, 7 വിഭാഗത്തിൽപ്പെട്ട മുകേഷ് ഉണ്ട്, നായർ വിഭാഗത്തിൽപ്പെട്ട ഗണേഷ് കുമാർ, 2 LDF സിനിമ താരങ്ങളാണ്, MLA-മാരാണ്. ഇപ്പോൾ ഒരു മുസ്ലിം MLA കൂടി ഇരിക്കട്ടെ സിനിമകൾ. ഇനി അടുത്ത ഒഴിവ് വരുമ്പോൾ ഒരു ക്രിസ്ത്യൻ MLA കൂടി കൊടുക്കാം. ഇവിടെ 4 ജാതിയുള്ള മെയിനായിട്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഹിന്ദുവിന് ക്രിസ്ത്യൻ, മുസ്ലിം, നായർ, ചൊവ്വഴവൻ, അങ്ങനെ 4 വിഭാഗമാണ്. മറ്റുള്ളവർക്ക് അത്ര പ്രസക്തമല്ല. ദളിത് ഉൾപ്പെടെ 10% ഉള്ളൂ. എന്നാൽ അത് നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ആവശ്യമായിട്ടാണ്. അതിനെ പൊങ്കാലയിടുന്നതും വേണ്ട, ഞാൻ പറഞ്ഞു മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു ഹെഡിങ് കണ്ടി, ഞാനും ബേസിക്കലി പത്ര അധികൃതർ തന്നെയായിരുന്നു, അതുകൊണ്ടാണ് പറയുന്നത്. ഈ NDA പിളർന്നു എന്നൊരു ഹെഡിങ് കണ്ട്. NDA എങ്ങനെയാണ് സുഹൃത്തെ പിളരുന്നത്? NDAയിൽ നിന്ന് ഘടകകക്ഷികൾ ഒഴിഞ്ഞു പോകാം, പിളരാൻ പറ്റും, പാർട്ടിയല്ലേ പിളരാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ ഹെഡിങ് കൊടുക്കുന്ന പത്രപ്രവർത്തകരും ചാനൽ വിദഗ്ധരൊക്കെ, ഞാൻ പറഞ്ഞല്ലോ, അക്ഷരങ്ങൾ ചേരുമ്പോൾ വാക്കുകളാകും, വാക്ക് ചേരുമ്പോൾ വാചകമാകും. അക്ഷരത്തിന് അർത്ഥമില്ല, വാക്കിന് അർത്ഥമുണ്ട്, വാചകത്തിന് ആശയമുണ്ട്. ഇതൊക്കെ വലിയ ഫിലോസഫിയാണ്. അപ്പോൾ നിങ്ങളിടുന്ന ഓരോ ഹെഡിങ്ങിനും അതിൻ്റെ അർത്ഥമുണ്ട്. NDA പിളർന്നു, LDA മീൻസ് നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസ്. അതെങ്ങനെ പിളരുന്നത്? അത് പിളരല്ല, അതിൽ നിന്ന് ഘടകകക്ഷികൾ ഒഴിഞ്ഞു പോകുന്നു പറയാം.
അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ പാർട്ടി പിളർന്നു. ഇപ്പം BJP പിളർന്നു, NCP പിളർന്നു, അതൊക്കെ പറയാം. ഒരു മുന്നണി എങ്ങനെ പിളരുന്നത്? അപ്പോൾ അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. നമ്മുടെ വിഷയത്തിലേക്ക് കടന്നാൽ അന്താരാഷ്ട്ര ബഹിരാകാശ പേടകം എത്രയോ ഭാരമുള്ളതാണ്. അതിന് കാലാവധി കഴിഞ്ഞ് നശിപ്പിച്ച് ബാക്കിയുള്ളതിനെ പസഫിക് സമുദ്രത്തിൽ വിടുത്താൻ വേണ്ടി എലോൺ മസ്കിൻ്റെ ഉടമയിലുള്ള ഒരു സ്ഥാപനത്തിന് 8,000 കോടി രൂപയ്ക്ക് ടെൻഡർ കൊടുത്തിരിക്കുക. അതിൻ്റെ പ്രവർത്തനം തുടങ്ങി. അത് ഇപ്പോഴത്തെ 31 കടലിൽ വീഴാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഞങ്ങൾ എഴുതിയ ഒരു പുസ്തകം, ഞാൻ എഴുതിയൊരു പുസ്തകമുണ്ട്, ഭൂമിയില്ലാത്ത പ്രപഞ്ചം. വർഷങ്ങൾക്ക് മുമ്പ് എഴുതിയാണ്. അതിൽ പറയുന്ന ഈ ഭൂമിക്കയുടെ ഏതാണ്ട് അവസാനത്തിൻ്റെ ആരംഭമായി എന്നുള്ളതാണ്. പല ഘടകങ്ങളുണ്ട്. ഇപ്പം നാസയും പറഞ്ഞത് ഞങ്ങൾക്ക് എഴുതി വർഷങ്ങൾക്ക് മുമ്പാണ്. നാസ കഴിഞ്ഞ വർഷം പറഞ്ഞതിനെ ഭൂമിയില്ലാത്ത പ്രപഞ്ചമാണ്. പിന്നെ വരുന്നത് വേറൊരു ജീവിയാണ്, അത് മനുഷ്യ പോലെ അല്ല എന്നൊക്കെ പറഞ്ഞ് ഫോട്ടോ മനോമിൽ വന്നു. എന്തുവാകട്ടെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, ഏറ്റവും വേഗതയുള്ള വസ്തു ലോകത്ത് മനുഷ്യ മനസ്സാണ്. അത് അടിസ്ഥാനമില്ലല്ലോ. അത് കഴിഞ്ഞ പിന്നെ ഏറ്റവും വേഗതയുള്ള വസ്തു എന്താണ്? പ്രകാശമാണ്. പ്രകാശം ഏതൊരു സെക്കൻഡ് നമ്മൾ നിമിഷം എന്ന് പറയുമ്പോൾ നിമിഷത്തിൽ 3 ലക്ഷം കിലോമീറ്റർ അല്ലെങ്കിൽ 1,76,000 മൈലാണ് യാത്ര ചെയ്യുന്നത്. അതിനേക്കാൾ വേഗതയിൽ വസ്തു ടാക്യൂൺ എന്നൊരു പേരിൽ ആലപ്പുഴക്കാരൻ ഒരാൾ കണ്ടുപിടിച്ചു. പക്ഷെ അത് വേണ്ടത്ര പ്രചാരണം കിട്ടിയില്ല. മലയാളി അതുകൊണ്ടായിരിക്കാം. എന്തുമാകട്ടെ, അപ്പോൾ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശരശ്മി ഒരു കൊല്ലം കൊണ്ട് എത്ര കോടി കിലോമീറ്റർ സഞ്ചരിച്ചിരിക്കും? ഇത് വലിയ സംഭവമാണ് ചുരുക്കിപ്പോഴാണ്. അപ്പം അങ്ങനെ വരുമ്പോൾ ഭൂമി ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായെന്ന് പറയുന്നു. അതിനേക്കാൾ എത്രയോ കോടി വർഷം മുൻപായിരിക്കും പ്രപഞ്ചം ഉണ്ടായത്. പ്രപഞ്ചം ഉണ്ടായതിനു ശേഷം കുറെ കഴിഞ്ഞാണ് ഭൂമി ഉണ്ടായതെന്നുള്ള പറഞ്ഞത്. അപ്പോൾ ഏതായാലും ഈ പ്രപഞ്ചം ഉണ്ടായിട്ട് കോടാനുകോടി വർഷമായി, പ്രകാശം സഞ്ചരിക്കുന്നത് കോടാനുകോടി വർഷമാണ്. അപ്പോൾ കോടാനുകോടി വേഗതയിൽ കോടാനുകോടി വർഷം സഞ്ചരിച്ചിട്ടും അന്ന് പുറപ്പെട്ട പ്രകാശരശ്മി ഇതേവരെ ഈ കൊച്ചു ഭൂമിയിൽ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ആധുനിക ശാസ്ത്രം പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ അത്രയ്ക്കും മഹത്വം ബൃഹത്വമാണ് ഈ ബ്രഹ്മാണ്ഡ ഘടകം. അതിൽ കേവലം 50-60 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ നമ്മുടെ അഹങ്കാരത്തിന് ഒരർത്ഥമില്ല. തന്നെയുമല്ല, അത്രയും ബൃഹത്തും മഹത്വമായ ബ്രഹ്മാണ്ഡ ഘടകം ഉള്ളപ്പോൾ അതിൽ ചെറിയ ഒരു ഗ്രഹമായ ഭൂമി, ഏറ്റവും ചെറുത് പറയാൻ പറ്റില്ല, എന്നാലും ചെറിയതാണ് ഗ്രഹം. ആ ഭൂമിയിൽ ജനിച്ച് വളർന്ന ഒരു രാജാവോ രാജാവിൻ്റെ മകനോ ഒരു പിതാവിൻ്റെ പുത്രനോ എങ്ങനെ ദൈവമാകും എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഉലങ്കഷമായി ബുദ്ധിജീവികൾ ലോകത്ത് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വിഷയം. എന്തുകൊട്ടെ, അപ്പം അങ്ങനെ വരുമ്പോൾ ഈ അല്പജ്ഞനായ മനുഷ്യൻ, അവന് ദൈവം പറഞ്ഞ് ഞങ്ങൾ മറ്റെല്ലാ ജീവിയേക്കാളും മറ്റ് ഗ്രഹങ്ങളിൽ മനുഷ്യ അല്ലെങ്കിൽ അതുപോലെ ജീവജാലം ഉണ്ടെങ്കിൽ അതിനേക്കാൾ ബുദ്ധിശാലി കൊടുത്തിട്ട് മനുഷ്യനാണ്. അപ്പോൾ മനുഷ്യ ബുദ്ധിയുണ്ട്. അവൻ്റെ ബുദ്ധി ഉപയോഗിച്ച് അവൻ ദൈവത്തിൻ്റെ അസ്തിത്വത്തെ നിലനിൽപ്പ് ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് ശൂന്യാകാശത്തേക്ക് മറ്റ് ഗ്രഹങ്ങളിലേക്ക് പരീക്ഷ നടത്തുന്നത്. അങ്ങനെ പരീക്ഷ നടത്തിക്കൊണ്ടൊന്നും കാര്യമായ പുരോഗതിയോ ജനനന്മയോ ഉണ്ടാകുമെന്ന് നമുക്ക് തോന്നുന്നില്ല. ഓരോ പരീക്ഷ ചിലവാകുന്നത് കോടാനുകോടി രൂപയാണ്. അങ്ങനെ വിട്ട ഒരു ഉപഗ്രഹത്തെ നശിപ്പിക്കാൻ വേണ്ടി 8,000 കോടി രൂപ ഉണ്ടെങ്കിൽ നമുക്ക് എത്ര പേർക്ക് ഭക്ഷണം കൊടുക്കും, എത്ര പേർക്ക് വസ്ത്രം കൊടുക്കാം, എത്ര പേർക്ക് വീട് വെച്ച് കൊടുക്കാം. ഓക്കെ, അതുപോലെ എത്ര ആയുധങ്ങൾക്ക് മുടക്കുന്നു, അതുകൂടെ ആയുധം ഉണ്ടാക്കാൻ കൊടുക്കുന്നു. അപ്പോൾ മനുഷ്യൻ മനോഹരൻ എത്രയോ നല്ല പദം മനസ്സിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു മാക്സിമം കോർക്കുന്നതാണ്. മനുഷ്യൻ നല്ല പദമല്ലേ, പക്ഷെ അവന് മനസ്സ് തട്ടിപ്പുണ്ട്. അതുപോലെ മനുഷ്യന് ഇതൊക്കെ പറയുമെങ്കിലും ഉള്ളിൽ തട്ടിപ്പാണ്. എനിക്ക് എങ്ങനെ നേടാം എന്നുള്ള ചിന്തയാണ്. അങ്ങനെ വച്ച് ദൈവത്തിൻ്റെ അസ്തിത്വത്തിൽ നിലനിൽപ്പ് ചോദ്യം ചെയ്യുമ്പോൾ ദൈവം എന്ത് വിചാരിച്ചറിയുമോ? ഭൂമി തന്നെ വേണ്ട. ഞാൻ പണ്ട് ഉദാഹരണം പറഞ്ഞു, പണ്ടൊരു പാറമടയിൽ ഒരു സ്ത്രീ തൊഴിലാളി വരുന്നു. അപ്പോൾ അവളെ കാണാനായിട്ട് ഒരു കാമുകൻ വന്ന് ആ കാമുകൻ വിട്ട്, അപ്പോൾ വേറൊരു കാമുകന്, അപ്പോൾ കാമുകന്മാർ വരാൻ തുടങ്ങി. അപ്പോൾ ഉടമന്ത് ചെയ്ത് ആ സ്ത്രീയെ തന്നെ മാറ്റി. അതായത് പൂവുണ്ടിലെ വണ്ട് മാറി വരുള്ളൂ, പൂവിനെ മാറ്റിയാലോ അതുപോലെ മാറ്റിയതുപോലെ. അപ്പോൾ ദൈവം തീരുമാനിച്ചു എന്നാൽ ഭൂമി തന്നെ വേണ്ട, പ്രശ്നമല്ലോ. അങ്ങനെയൊക്കെ നടക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ 12 പഴയ ആൾക്കാരെ പ്രബലന്മാരുടെയൊക്കെ നിങ്ങൾ വായിക്കാണ്ടല്ലോ.
2020 നടക്കാൻ പോകുന്ന കാര്യമൊക്കെ. അങ്ങനെ അപകടത്തിൽ പോവാണ്. അപ്പോൾ മനുഷ്യൻ അഹങ്കാരിയാണെന്ന് പറയാൻ പറ്റില്ല. അന്വേഷണാത്മകത, കൗതുകം അതൊക്കെ മനുഷ്യനുണ്ട്. ജിജ്ഞാസയിൽ നിന്നാണല്ലോ ഈ അന്വേഷണമൊക്കെ വരുന്നത്. അത് തെറ്റെന്നും പറയാൻ പറ്റില്ല. പക്ഷേ എങ്കിലും ഒരു കടന്നു പോകുന്നു. അങ്ങനെ കടന്നു പോകുന്ന രീതിയിലേക്ക് നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതിൽ വേണ്ടത്ര ലോജിക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ലെന്ന് തന്നെ പറയുന്നു. കാരണം നമ്മുടെ ശൂന്യാകാശത്തിൽ ഓരോ രാജ്യത്തിൻ്റെയും എത്ര വാഹനങ്ങളാണ് അവിടെ കിടന്ന്. ഇപ്പോൾ ഒരാൾ ശൂന്യാകാശം വിട്ട് തിരിച്ചു വരാൻ പറ്റാതെ വിഷമിക്കാണ്ടില്ലേ? എത്ര കോടി രൂപയും അത്ര എനർജി, എത്ര പവറാണത്. കാരണം ഒരു റോക്കറ്റ് ആകാശത്തേക്ക് ശൂന്യാകാശത്ത് പോകണമെങ്കിൽ നമ്മുടെ ഭൂമിയിലേക്ക് എത്ര സമ്മർദ്ദം അല്ലെങ്കിൽ മർദ്ദം പ്രസ് ചെയ്താലാണ് മുകളിൽ പോകുന്നത്. എത്രായിരം കിലോമീറ്റർ. ഇപ്പോൾ വിമാനത്തിന് കൂടിയ സ്പീഡ് എന്ന് പറഞ്ഞാൽ 1300 ഉണ്ടെങ്കിലും 800, 900 താഴെ പോകുന്നുള്ളൂ. അതിൽ പോകാൻ പറ്റില്ല. ആ നിലക്ക് ഈ വാഹനങ്ങൾക്ക് എത്രായിരം കിലോമീറ്റർ വേഗതയിലാണ് പോകുന്നത്. ഇതെല്ലാം ഇതൊക്കെ പോകുന്ന നമ്മുടെ ഭൂമിയിലേക്കല്ലേ അത് പ്രസ് ചെയ്യുന്നത്. ഭൂമിയിലേക്ക് ബലം കൊടുത്താലല്ലേ അത് മുകളിൽ പോകാൻ പറ്റുള്ളൂ. അല്ലേ? ഒന്ന് ആലോചിച്ച് നോക്ക്. അതുപോലെ ഒരു വശത്തു കൂടി ഭൂമിയിൽ താഴ്ത്തി വലിയ ബിൽഡിംഗ് പണിയുന്നു. മറ്റതിൽ ഇതുപോലെ പ്രവർത്തനം. മറ്റൊന്ന് അണുപരീക്ഷണം, നശീകരണമായ അണുപരീക്ഷണം. ഇതെല്ലാം ഈ കൊച്ചു ഭൂമിയിൽ വേണം ഉൾക്കൊള്ളാനും അതിൻ്റെ ശക്തി അങ്ങോട്ട് ആവാഹിച്ചെടുക്കാനും. ഇപ്പോൾ കടലിൽ തിരയുണ്ടായാൽ കരയിൽ അവസാനിക്കുന്ന പോലെ ഈ ഭൂമിയിൽ നമ്മൾ ചെലുത്തുന്ന ഈ പ്രഷറുണ്ടല്ലോ, മർദ്ദം, ആ മർദ്ദം താങ്ങാൻ ലിമിറ്റ് വേണ്ടേ? അതിൽ പല സ്ഥലത്ത് ഭൂകമ്പങ്ങളും വെള്ളപ്പൊക്കവും മറ്റെല്ലാം ഉണ്ടാകുന്നത് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടാണ്. നമ്മളറിയാം, നമ്മളിപ്പോൾ ഓരോ കെട്ടിടപ്പണിയുമ്പോൾ അതിൻ്റെ ഫൗണ്ടേഷൻ്റെ ആ അടിത്തറയുടെ തൂണ് എത്ര ആഴത്തിലാവുന്നു. ഒരു പാലം പണിയുന്നു അല്ലെങ്കിൽ ഇതെല്ലാം നമ്മുടെ ഭൂമിയെന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ, അതായത് ഒരു ഡോക്ടർ വണ്ടി ഓടിക്കുമ്പോൾ എത്ര ശ്രദ്ധിച്ചാൽ പോകുന്നത്. കാരണം ഡോക്ടർക്കറിയാം ഒരു മനുഷ്യത്തിൻ്റെ കപ്പാസിറ്റിയും വണ്ടിയുടെ സുരക്ഷിതമൊക്കെ. പക്ഷെ അതറിയാത്തവൻ മണ്ടത്തരം കാണിക്കും. അപ്പം അങ്ങനെ ചെയ്യുന്ന ഈ ലോകത്ത് ഈ പ്രഷറിൽ താങ്ങാൻ പറ്റുമോ? അതൊന്നും ചിന്തിക്കുന്നുണ്ടോ? അതുതല്ല ഈ വൃദ്ധരായ, ഇപ്പം കേരളം ഉൾപ്പെടെ, ഇന്ത്യ ഉൾപ്പെടെ, ലോകരാഷ്ട്രങ്ങൾ ഉൾപ്പെടെ, ഞങ്ങൾ അന്ന് പറഞ്ഞു ഒരു 60 വയസ്സിൽ താഴെ ഉള്ളവരായിരിക്കും മിനിമം നേതാക്കൾ. 60 വയസ്സ് മുകളിൽ പോകുന്ന ഒരു രാജ്യത്ത് നിയന്ത്രിക്കാൻ പല പോരായികയുണ്ട്. ഓർമ്മക്കുറവ്, പിന്നെ ചിന്താശക്തിയൊക്കെ ഉണ്ട്. ഇതിപ്പോൾ ലോകരാഷ്ട്രങ്ങൾ ചൈന, റഷ്യ, അമേരിക്കയൊക്കെ എടുത്ത എല്ലാം 90 വയസ്സുകാരാണ്. ഓർമ്മക്കുറവുണ്ട്, തലവേക്കുന്നുണ്ട്. അങ്ങനെ എന്താണ് ഈ മരിക്കുന്നവരെ ഇവർക്ക് അധികാരത്തിരിക്കണം എന്നാണ്. ഈ അണ്വായുധങ്ങൾക്ക് കയ്യിൽ വെച്ചിരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളൊക്കെ അവരെന്തെങ്കിലും മണ്ടത്തിൽ തോന്നിയാൽ, ഒരിക്കൽ ഒരു തെറ്റായ മെസ്സേജ് റഷ്യയിൽ നിന്ന് പോയി അമേരിക്കയിലേക്ക്. അവർ പരസ്പരം അങ്ങനെ മുഖാമുഖം നിൽക്കാനുള്ള അണ്വായുധങ്ങൾ. അപ്പോൾ ഏതാനും സെക്കൻഡിനുള്ളിൽ അവിടെ വിദഗ്ധനായ ഒരു ഉദ്യോഗസ്ഥൻ ഇടപെട്ട് ഏതാനും സെക്കൻഡുകൾ കമ്പ്യൂട്ടർ തിരുത്തിയില്ലെങ്കിൽ ഇത് നേരെ അമേരിക്കയിലേക്ക് അവിടുത്തെ ഓട്ടോമാറ്റിക് വരും കൊണ്ട് തീർന്ന കൂടി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കാം മനുഷ്യരെ, ബഹുജനങ്ങളെ. നമ്മൾ അധിവസിച്ച ഭൂമി എന്ത് സുരക്ഷിതമാണ്. നമ്മൾ ഭൂമിയെ 7 പ്രാവശ്യം ചാമ്പലാക്കാനുള്ള അണ്വായുധങ്ങൾ രാഷ്ട്രങ്ങളിൽ സൂക്ഷിച്ചിട്ടുണ്ടാണ്. 7 പ്രാവശ്യം. ഒരു പ്രാവശ്യം തന്നെ പിന്നെ ഇല്ലല്ലോ. അപ്പം അങ്ങനെ ഉള്ളതിനെ ഡയറക്ഷനിൽ കുറച്ചേക്കാണ് നോർത്ത് പോൾ സൗത്ത് പോൾ അല്ലേ. റഷ്യയിൽ നിന്ന് അമേരിക്കയിലേക്ക്, അമേരിക്കയിൽ നിന്ന് റഷ്യയിലേക്ക്. ഇത് രണ്ടും 24 മണിക്കൂർ ഇതിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെയെങ്കിലും ഒരു തെറ്റായ മെസ്സേജ് വന്നാൽ എല്ലാം ഓട്ടോമാറ്റിക്കാണ് വർക്ക് ചെയ്യുന്നതാണേ. ഒരു ഫിംഗർ ടച്ച് കൊണ്ട് വന്നാൽ തീർന്നില്ല ലോകം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം നമ്മുടെ ഭൂമിയില്ലാത്ത പ്രപഞ്ചമെന്ന് നമ്മളിത് പുസ്തകത്തിൽ പറയുന്നു, അതിൻ്റെ കാര്യങ്ങളും മറ്റെല്ലാം പറയുന്നത്. അപ്പോൾ ഇത്രയും നീചമായ ചിന്താഗതിയുള്ള മനുഷ്യർ അധിവസിക്കുന്ന ഈ ഭൂമി എന്ത് ന്യായീകരണമാണ് നമുക്ക് ഈ അഹങ്കരിക്കാനുള്ള വഴി? ഞാനൊരു കാര്യം പറഞ്ഞ്
മലയാള അക്ഷരം എന്ന് പറയുന്നത് ആ ആണ്, ആ കഴിഞ്ഞാൽ അടുത്ത് ആയാണ്. ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറഞ്ഞാൽ എ ആണ്, എ ബി ആണ്. എയിൽ നിന്ന് ബിയിലേക്കോ ആയിൽ നിന്ന് ആയിലേക്കോ വളരെ ചെറിയ ദൂരമുള്ളൂ. അത്രയും പോലും ഇപ്പം ഈ സംസാരിച്ചത് മൊയ്തീൻ ഷേഖ് പോലും അത്രയും പോലും ക്ലാരിറ്റിയില്ല. നമ്മൾ ഏറ്റവും പഴയൊരു സ്കൂട്ടർ, ഒരു 20 വർഷം പഴക്കമുള്ളൊരു സ്കൂട്ടർ, അത് ഒരു 10,000-20,000 രൂപ ഒരു വർക്ക്ഷോപ്പിൽ ലഭിച്ച ഒരാഴ്ച കൊണ്ട് അവനെ പുതിയ ആപ്പിലേക്ക് തരുന്നത് നന്നാക്കി തരും. ആ ഒരു കപ്പാസിറ്റി നമ്മുടെ ശരീരത്തിലുണ്ടോ? നമ്മൾ ഇങ്ങനെ കൈ കാണിക്കുന്നു, ഇങ്ങനെ കാണിക്കുന്നു. എന്നാൽ ഹൃദയം ഒന്ന് ഇങ്ങനെ ആയാലും നിന്നു പോവും, ഇങ്ങനെ നിന്നു പോവും. നിന്നാൽ തീർന്നില്ലേ? ഇന്നിപ്പോൾ കർണാടകയിൽ അത് ഒരു കണ്ടെയ്നർ, AC കണ്ടെയ്നറാണ്, ക്യാബിനൊക്കെ AC ആണ്, 50 ലിറ്റർ വെള്ളമൊക്കെ ഉണ്ട്. മൊബൈൽ കിട്ടിയപ്പോൾ 4-5 ദിവസമായി മണ്ണടിപ്പോയിട്ടാണ്. അത് പറയുമ്പോൾ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കും, വിഷയം മാറല്ല. പണ്ടൊക്കെ റോഡ് പണിയുമ്പോൾ മല താഴ്ത്തുമ്പോൾ സ്ലോപ്പാക്കിയിട്ട് ഓർന്നു, അങ്ങനെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇന്നത്തെ നമ്മുടെ പരിഷ്കരിച്ച സമൂഹം, എഞ്ചിനീയർമാർ, അതിബുദ്ധിമാന്മാർ എഞ്ചിനീയർമാർ പ്ലാൻ ചെയ്യുന്നത് നേരെ കുത്തനെ 50, 60, 70, 100 അടിയൊക്കെ ഉള്ള മല നേരെ കുത്തനെയാണ് ഇടിച്ച് റോഡുണ്ടാക്കുന്നത്. അത് നിൽക്കുമോ? എന്ത് പുരോഗതി അത്? എന്ത് മണ്ടത്തരാണ്? കൊച്ചു കുട്ടികൾക്ക് അറിയാം നമ്മളൊരു മണ്ണ് വെട്ടി സ്ലോപ്പായിട്ട് എടുക്കുന്നത്. അത് കാണിക്കാത്ത പേരാണ് മണ്ണ് അത്രയ്ക്ക് ഇടിച്ചു പോയത്. അങ്ങനെയാണ് അലക്ഷ്യമായിട്ടാണ് ഓരോ പത്തിയും ശരിയാക്കുന്നത്. അത് നമുക്കൊരു അറിയാമല്ലോ, എത്ര ഉദാഹരണങ്ങളുണ്ട്. അത് നമ്മളിപ്പോൾ പറയുന്ന വിഷയമല്ല. നമ്മുടെ ഈ ഭൂലോകത്തെക്കുറിച്ച് സംസാരിക്കും, ബ്രഹ്മാണ്ഡ ഘടകത്തെക്കുറിച്ച് സംസാരിക്കും, സൗരയൂഥത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ സഹോദരി സഹോദരന്മാർ, 60 വയസ്സ് ആയുസ്സുള്ള നമ്മളിവിടെ ആരുമല്ല എന്നൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ എന്ന് അസ്തമിക്കുന്നുവോ അന്ന് നിങ്ങൾ തോൽവി ലക്ഷമാണ്. നിങ്ങളുടെ മനസ്സിൽ എന്നത് തുടർന്നുവോ അന്ന് നിങ്ങൾ വിജയിച്ചു. ഒരു കാര്യം മനസ്സിലാക്കണം, നമ്മുടെ ഒരു മാവിൻ്റെ കൊമ്പിൽ മാങ്ങ കൂടുതലുണ്ടായാൽ ആ കൊമ്പ് താഴുകയാണ്. അല്ല, മാങ്ങ കൂടുതലുകൊണ്ട് പേരിൽ അഹങ്കാരത്തിൽ ഉയരമല്ലല്ലോ, താഴല്ലേ. പ്രകൃതി വരെ നമ്മളെ പഠിപ്പിക്കുന്നതാണ് വിനയമാണ്, ലാളിത്യമാണ്, അതല്ലേ? അങ്ങനെ വരുമ്പോൾ അഹങ്കരിക്കാൻ എന്ത് വഴിയാണ് നമുക്കുള്ളത്? ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത മനുഷ്യർ, ഒരു ഉറുമ്പിനെ പോലും സൃഷ്ടിക്കാൻ കഴിവില്ലാത്ത നമ്മൾ, ജീവൻ പോയി ഒരാളെ പോലും ജീവൻ കൊടുത്ത് രക്ഷപ്പെടുത്താൻ കഴിയാത്ത നമ്മൾ എങ്ങനെ അഹങ്കരിക്കും? പക്ഷേ ഇന്നത്തെ രാഷ്ട്രീയ അല്ലെങ്കിൽ സാമുദായിക നേതാക്കളുടെയൊക്കെ ചിന്താഗതിയും അഹങ്കാരവും വിദ്വേഷമൊക്കെ എത്ര മോശമായ ഒരു ചിന്താഗതിക്ക് ഉടമയാണ്. എങ്ങനെ ഇവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുന്നു? മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത് പാപമാണെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുള്ള ഈ ലോകത്ത് മറ്റൊരാളെക്കുറിച്ച് മോശമായി ചിന്തിക്കുന്നത്, ചിന്ത കഴിഞ്ഞാണ് പ്രവൃത്തി വരുന്നത്. ആദ്യം ചിന്ത വരുന്നത്, ആ പ്രവർത്തിക്കുമ്പോൾ ചിന്ത പോലും തെറ്റാണെന്ന് പറയുന്ന മതഗ്രന്ഥങ്ങളുള്ള ഈ ലോകത്ത് നമുക്ക് എങ്ങനെ മറ്റൊരാൾക്ക് മോശമായി പ്രവർത്തിക്കാൻ പറയും? വാക്കുണ്ടെങ്കിൽ പറയാൻ പറ്റില്ല. എന്നിട്ട് നമ്മൾ കാണിക്കുന്ന യാതൊരു തത്വദീക്ഷയില്ലാതെ, മാന്യതയില്ലാതെ, ദയവില്ലാതെ ആണ് കാണിക്കുന്നത്. കാരണം ഈ ചിരട്ടിൽ വെള്ളം ഉറുമ്പിന് സമൃദ്ധി പറയും. ഒരു ചിരട്ടയിൽ ഒരു വെള്ളം ഉണ്ടെങ്കിൽ ഉറുമ്പിനെ സംബന്ധിച്ച് സമൃദ്ധി, നമുക്കളവ് തട്ടുകെട്ടി ചിരട്ടുമ്പോൾ ഇത് പോയി. അതുപോലെയാണ് ചില വാക്കുകൾ, നമ്മുടെ ഒരു വാക്ക് മതി ചിലവർക്ക് അവൻ്റെ ആജീവനാന്തം രക്ഷപ്പെടാനും അവരുടെ ജീവൻ വരെ നിലനിർത്താൻ. അങ്ങനെയൊക്കെ കഴിവ് ദൈവം അല്ലെങ്കിൽ അള്ളാഹു നമുക്ക് തന്നിട്ടുണ്ടെങ്കിലും അതിനെയൊക്കെ തൃണവൽക്കരിച്ചുകൊണ്ട് ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ വഴക്കും വക്കാണ്ടാക്കുന്ന ഈ അർത്ഥശൂന്യരായ, ബുദ്ധിശൂന്യരായ, മൃഗ സ്വഭാവമുള്ള മനുഷ്യ സമൂഹമേ, മാനവ സമൂഹമേ, നിങ്ങളൊന്ന് ആലോചിച്ചു. ഇപ്പോൾ ഉദാഹരണം UP-യിൽ ഇപ്പോൾ അവിടെ ഭരിക്കുന്ന ഇന്ത്യയിൽ BJP, UP-യിൽ ഒരു കാവടി ഉത്സവം, അതിന് ത്യാഗിയാണല്ലോ. യോഗിയുടെ പോലീസ് പറയുന്നത്, നിങ്ങൾ പെട്ടിക്കടയിൽ പോലും നിങ്ങളുടെ കടയുടെ ഉടമയുടെ പേര് വ്യക്തമായിട്ട് എഴുതി വയ്ക്കണം, ജാതി തിരിച്ചറിയാൻ വേണ്ടി. പണ്ട് BJPയുടെ ആൾ 10 സമ്മേളനത്തിൽ പറയും, പണ്ടൊരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥ സൂരജ്, ഇപ്പോൾ സൂരജ് എന്ന് പറഞ്ഞാൽ ജാതി അറിയാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു മുഹമ്മദ് സൂരജ്, അപ്പോൾ ജാതി തിരിഞ്ഞ്. അതുപോലെ നിങ്ങൾ വ്യക്തമായിട്ട് ഒരു പേര് വെച്ചിട്ട് അത് വ്യക്തതയില്ലാത്തതുകൊണ്ട് 3ാമത് തിരുത്തി വ്യക്തമായിട്ട് വെച്ച് അങ്ങനെ വയ്ക്കാൻ പറയുന്നു. എന്ത് നീതിയാണ്? ജനാധിപത്യ രാജ്യമായ ഭരണഘടന നിലനിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏതൊരു പൗരനും എന്ത് ബിസിനസ് ചെയ്യാം, ഏത് പേരിൽ തുടങ്ങാം എന്നൊക്കെ
ശക്തമായ വ്യക്തമായ എഴുതപ്പെട്ട ഭരണഘടനകൾ നമ്മുടെ നാട്ടിൽ. ഇപ്പം ബ്രിട്ടനിൽ എഴുതപ്പെട്ട ഭരണമില്ല, കീഴ്വഴക്കാണ് അവിടെ, പാരമ്പര്യമാണ്. അങ്ങനെയുള്ള നാട്ടിൽ യു പി പോലെ ഏറ്റവും വലിയ സംസ്ഥാനമായ യു പി പോലെ മുഖ്യമന്ത്രി, അതും ആചാര്യനായ യോഗീശ്വരനായ ഒരാൾ ഇത്രയും ബുദ്ധിമോശമായ രീതിയിൽ നിയമം ഉണ്ടാക്കുമ്പോൾ അവരൊക്കെ എന്താ നമ്മൾ പറയുക, അവരൊക്കെ എന്താ നമ്മൾ വിളിക്കുക? ഇവിടെ ഒരു ദിവസം കഴിച്ചു കൂട്ടാനുള്ള പാട് രോഗം കൊണ്ടും ഭക്ഷണക്കുറവ് കൊണ്ടും തന്നെ അറിയാം. ലോകത്തെ പകുതി ആൾക്കാരും പട്ടിണി കിടക്കുന്ന രാജ്യമാണ്. നിരക്ഷരയിൽ പകുതി ഇന്ത്യക്കാരാണ്. അങ്ങനെയൊക്കെയുള്ള രാജ്യത്ത് ഇതുപോലെ തോന്നിയാസുള്ള നിയമം ഉണ്ടാക്കി അതിനെ ചോദ്യം ചെയ്യാനും അതൊക്കെ ചിന്തിക്കാനും ആരും ഇല്ലാതെ ഈ കണ്ണടിച്ച് നിന്നാൽ എങ്ങനെ ശരിയാകും? യോഗി ഒരു ആചാര്യനല്ലേ, യോഗീശ്വരനല്ലേ, സന്യാസിയല്ലേ? പണ്ട് ഹിമാചൽ പ്രദേശിൽ നിന്ന് ഒരു സന്യാസി അവിടെ വെയിൽ കാഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴേ, തണുപ്പുള്ള സ്ഥലമാണല്ലോ, അപ്പോൾ അശോക ചക്രവർത്തി, നിങ്ങൾ കേൾക്കണത്, അശോക ചക്രവർത്തി കലിംഗ യുദ്ധം നടത്തി ലക്ഷങ്ങളെ കൊന്ന് മാനസാന്തരപ്പെട്ട് ബുദ്ധമതം സ്വീകരിച്ച് ഇങ്ങനെ പോകുന്ന വഴിയിൽ ഞാൻ ചക്രവർത്തിയാണ്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാമെന്ന് പറഞ്ഞപ്പോൾ ആ സന്യാസി പറഞ്ഞോ ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. അല്ലാതുപോലെ നിങ്ങൾ എന്തെങ്കിലും ചോദിക്കും, ഞാൻ ചക്രവർത്തിയല്ലേ. അവസാനം പറഞ്ഞ് ആ വെയിലിന് തടസ്സമായി നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി നിൽക്കുകയാണെങ്കിൽ ഉപകാരമായി തോന്നി. ആ വെയിൽ കിട്ടി തടഞ്ഞ് നിൽക്കാണ് വെള്ളം, രാവിലെ ഉള്ളതല്ലേ. അത്ര സിമ്പിളാണ് ചോദിച്ചത്. അതാണ് സന്യാസിവര്യന്മാർ, അതാണ് ഈശ്വര ചിന്തയുള്ള വ്യക്തിത്വങ്ങൾ. അങ്ങനെയുള്ള രാജ്യത്ത് അങ്ങനെയുള്ള സന്യാസി സമൂഹത്തിൽ നിന്നും വന്ന ഒരു സന്യാസിക്ക് ഇങ്ങനെ അന്യായമായ രീതിയിൽ സാധാരണക്കാർ ജാതി മതം നോക്കി പ്രവർത്തിക്കുന്ന അവരൊക്കെ നമ്മൾ എങ്ങനെയാണ് മനുഷ്യരെന്ന് പറയാം? അവരുടെ ആദ്യത്തെ ചോദ്യം, ഇത്രയും വലിയ ബൃഹത്തും മഹത്വമായ ബ്രഹ്മാണ്ഡ കടാഹത്തിൽ കേവലം ചെറിയൊരു ഗ്രഹമായ ഭൂമിയിൽ 50-60 വയസ്സുകാലം പ്രായമുള്ള നമ്മൾ, ഒരു അച്ഛൻ്റെ മകനോ ഒരു രാജാവിൻ്റെ മകനോ എങ്ങനെയാണ് ഈ ബ്രഹ്മാണ്ഡ കടാഹത്തെ നിയന്ത്രിക്കുന്ന ദൈവമാകുമെന്ന് ഉള്ള ചോദ്യമാണ് ഇന്ന് ലോകത്ത് വളരെ കുലങ്കഷമായി ബുദ്ധിജീവികൾ ചർച്ച ചെയ്തിരിക്കുന്നത്. വളരെ രഹസ്യമാണ്, പരസ്യമായിട്ട് തന്നെ ബുദ്ധിജീവികൾ ചിന്തിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ് ദൈവം, ആരാണ് ദൈവം, ഇതിന് ആരാണ് സമാധാനം, ഇതിന് ഉത്തരം, അത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ സ്വയം ദൈവമായിട്ട് അവതരിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊന്നും നല്ലൊരു കീഴ്വഴക്കല്ല. അപ്പോൾ ഈ മോഡിജി ആയാലും യോഗിജി ആണെങ്കിലും പിണറായിജി ആണെങ്കിലും നിങ്ങളെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. നമ്മൾ നോട്ട് ഓൺ അവർ മെറിറ്റ് ബട്ട് ഓൺ ഹിസ് ഗ്രേസ്. നാം ഇത് നേടിയെന്നല്ല, നാം ഇത് കൊടുത്തതാണ്. നമുക്ക് വാക്കുകൊണ്ടെങ്കിലും പ്രവൃത്തിയിൽ വാക്കുകൊണ്ടെങ്കിലും ഒരാളെ സഹായിച്ചാൽ അത്രയും വലിയ ഉപകാരവും മനുഷ്യത്വം വേറെ ഉണ്ടോ? ഇന്ന് പശുവിൻ്റെ പേരിലും മറ്റേ തല്ലിക്കൊല്ലുന്നു. നൂറ്റാണ്ട് പഴക്കമുള്ള 500-600 വർഷമൊക്കെ പഴക്കമുള്ള പള്ളികൾ, ദേവാലയങ്ങൾ പരീക്ഷ നടത്തുന്നു. എന്തൊരു ന്യായമാണ്! നമ്മൾ ഇന്ത്യയിൽ എഴുതപ്പെട്ട നിയമമുണ്ടായി, ഒരു നിയമമുണ്ടാക്കി 91-ൽ 47-ന് ശേഷം, അതായത് സ്വാതന്ത്ര്യം കിട്ടിയ ആഗസ്റ്റ് 15-ൽ എങ്ങനെയാണോ എല്ലാ ദേവാലയം നിന്നും അത് തന്നെ നിലനിൽക്കണം. അത് ഒരെണ്ണം ഒഴിച്ചു, ബാബരി മസ്ജിദ് ഒഴിച്ചു, അത് മുമ്പ് കേസുള്ളതാണ്. ആ നിയമം ഇന്ത്യൻ ഭരണഘടനയിൽ ഉണ്ടാക്കിയ ആ നിയമമുള്ള രാജ്യത്താണ് കോടതി പോലും അതിനെ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ആകാം, അങ്ങനെയാകും ഇങ്ങനെയാകാമെന്ന്. അത് മത്തായി എന്നൊരു വാക്കിന് കുറച്ച് വിശദീകം കൊടുത്തപ്പോൾ അത് അങ്ങനെ ചെയ്യുക ഇങ്ങനെ ചെയ്യാമെന്ന് ഒരു ജഡ്ജി പറഞ്ഞു. മറ്റൊരു ജഡ്ജി കുറച്ചുകൂടി ആധികാരികപ്പെട്ടു. അപ്പോൾ എന്താണ് സ്പെഷ്യൽ ബാങ്ക് റിപ്പോർട്ട് കൊടുത്ത് അങ്ങനെയും ആകാം ഇങ്ങനെയാകാമെന്ന് പറഞ്ഞ് ജഡ്ജിയെ സംബന്ധിച്ച് എങ്ങനെയും കൊള്ളിക്കാം. അദ്ദേഹത്തെ ജഡ്ജിയാക്കി, കൊച്ചു കേരള ഹൈക്കോടതിയിൽ അദ്ദേഹത്തെ ജഡ്ജിയാക്കി, മറ്റേ ആളെ ആൾക്ക് ചാൻസ് കിട്ടിയില്ല. അപ്പം അതുപോലെ ഇങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന ജഡ്ജിമാരും കോടതിയൊക്കെ എങ്ങനെയാണ് സാധാരണക്കാരന് വേണ്ടി ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞ് ഞാൻ നിർത്താണ്. അതായത് നിഷ വധക്കേസ് ഉണ്ടായില്ല പെരുമ്പാവൂർ, നിഷ വധക്കേസ്. അതിൽ അമീറുൽ ഇസ്ലാം, ഞാൻ രണ്ടുപേരും കണ്ടിട്ടില്ല, ഒരാൾ ഭരിച്ചു ഒരാൾ ഭരിച്ചില്ല. അദ്ദേഹത്തിൻ്റെ കുറ്റവാളി ജയിലിൽ ഹൈക്കോടതി വിധിച്ച ജയിലിൽ തൂക്കിയം വെച്ചിട്ടേക്കാണ്, കണ്ണൂർ ജയിലിലാണെന്നത്. അത് സുപ്രീം കോടതി പറഞ്ഞ് അതേക്കുറിച്ച് മനഃശാസ്ത്ര വിദഗ്ധൻ്റെ ആയിട്ട് സമീപിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ മാനസിക നിലപാട് എന്നറിയിക്കാൻ പറഞ്ഞിരിക്കുക കോടതി. എന്നിട്ട് വേണം തൂക്കിക്കൊള്ളുന്ന കാര്യമുണ്ട്. അപ്പോൾ അത് അതായത്
പ്രായോഗികമായി ചിന്തിക്കുമ്പോൾ സത്യവിരുദ്ധമായ പല പരിപാടികളും പല പോയിന്റ് കാണിച്ചാണ് അദ്ദേഹത്തിന് ശിക്ഷ വിധിച്ച് അത് കോടതി അംഗീകരിക്കുകയും ചെയ്തു. അതിന് കൃത്യമായ ഇതൊക്കെ ഉണ്ട്. അത് നമ്മൾ പറഞ്ഞില്ല, നിയമവശമല്ലേ. ഏതായാലും സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂലമായ വിധി അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട്. അനുകൂലം വെച്ചാൽ ചിന്തിക്കണം, റീതിങ്ക് ചെയ്യാൻ പറഞ്ഞിട്ട് അതും ഒരു വിധി തന്നെയാണല്ലോ. അപ്പോൾ അത് ബഹുമാനിയെ ഇത്രയും കാര്യം നിൽക്കുമ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യത്തിലേക്ക് പറഞ്ഞുകൊണ്ട് നിർത്തിയേക്കാം. അത് പിന്നെ നമ്മുടെ ആസിഫ് അലിയുടെ ഒരു സംഭവം ഉണ്ടായല്ലോ. ആ സംഭവത്തിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും പറഞ്ഞൊക്കെ പറഞ്ഞു. അങ്ങോട്ട് അതിനുശേഷം ഈ സ്മൃതി ഇറാനി എന്ന അന്ന് കേന്ദ്രമന്ത്രിയായിരിക്കുമ്പോൾ സിനിമ നടന്മാരുൾപ്പെടെ 130 പേർക്ക് അവാർഡ് ദാനം കൊടുക്കാൻ തീരുമാനിച്ചു. അതിൽ 30 പേർക്ക് പ്രസിഡന്റ് കൊടുത്ത് ബാക്കിയുള്ളവർക്ക് സ്മൃതി ഇറാനി കൊടുക്കാൻ പറയും. അപ്പോൾ അതിൽ പലരും അത് പ്രസിഡന്റ് കയ്യിൽ തന്നെ വാങ്ങണം എന്ന് പറഞ്ഞതിൽ സ്വീകരിക്കാതെ മടങ്ങി. അതുപോലെയാണ് ആസിഫ് അലി. അപ്പം അതൊന്നും പറയാതെ ആസിഫ് അലി അവാർഡ് സ്മൃതി ഇറാനി സ്വീകരിച്ചില്ല. സ്മൃതി ഇറാനിയെ പിന്നെ കൊച്ചാക്കിയില്ലേ. ഇത് ആസിഫ് അലി അല്ല, ഈ പിന്നെ ഫഹദ് ഫാസിലിന് അത് ചെയ്ത് നിങ്ങൾക്ക് തെറ്റല്ലായതോ? ഇത് ആസിഫ് അലി ചെയ്ത് തെറ്റാണ്. അങ്ങനെയൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യുന്ന സംഘപരിവാർ മിത്രങ്ങളെ നിങ്ങളൊക്കെ ഒന്നും കൂടി ചിന്തിക്കുക. നമ്മൾ മാനവികത മുന്നോട്ട് കൊണ്ടുപോകണം. ജാതീയതയും വർഗീയതയും മാറ്റിവെച്ച് മാനവികത മുന്നോട്ട് കൊണ്ടുപോയി സമാധാനത്തോടെ ജീവിതം നയിച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാനൊരു വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് ഒരായി നന്ദി. ജയ് ഹിന്ദ്.